അഭിലാഷ്, ഇപ്പോൾ പോലീസ് ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ പുതിയ വിവരങ്ങളൊന്നും തന്നെയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രധാനമായും ഈ പറഞ്ഞ പോലെ തന്നെ ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യത്തിലുള്ള ഒരു അന്വേഷണം, പ്രാഥമിക അന്വേഷണം ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഫോറൻസിക് സംഘമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, സ്പെഷ്യൽ സെല്ലിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോർമൽ ബ്രീഫിംഗ് മാത്രമാണ് ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ നേരത്തെ വന്ന വിവരങ്ങൾ തന്നെയാണ്. നേരത്തെ അർജുൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും പരിക്കേറ്റവരെ പൂർണ്ണമായും തന്നെ ഈ സ്ഥലത്ത് നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. റെഡ് ഫോർട്ടിൻ്റെ മേഖലയാണിത്. ഈ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും പരിക്കേറ്റവരെ ഒഴിവാക്കിയിരിക്കുന്നു. പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ മേഖല ഉള്ളത്. പോലീസ് വലിയ തോതിൽ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടികളും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉയർന്ന ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. 9 മരണവും അതോടൊപ്പം തന്നെ 20-ലധികം പേർക്ക് പരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ള കാര്യത്തിൽ പോലീസിൻ്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിന് പറയാൻ കഴിയാത്തൊരു സാഹചര്യം എന്നുള്ളതാണ് ജോയിന്റ് CP നേരത്തെ പറഞ്ഞത്. അതായത് ടു ഏർലി, അതായത് വളരെ നേരത്തെയാണ് ഇക്കാര്യത്തിലൊരു വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. പക്ഷേ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ ആ ശേഷി, പ്രഹരശേഷി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ തോതിലുള്ള ഒരു ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസിൻ്റെ IEDയുടെ സ്ഫോടനം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിവിധ വലിയ തോതിലുള്ള ഒരു സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടത്തിയതാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസിന് സംശയമുള്ളത്. ഏതായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പ്രഹരശേഷി ചെറുതായിരിക്കും. ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ CNG കാറിൻ്റെ അകത്തുള്ള സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത്. വലിയ തോതിൽ ഉള്ളൊരു സ്ഫോടനം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി കാറുകൾ തകർന്നിട്ടുണ്ട്, നിരവധി ഓട്ടോറിക്ഷകൾ തകർന്നിട്ടുണ്ട്, റിക്ഷകൾ തകർന്നിരിക്കുന്നു, സൈക്കിളുകൾ തകർന്നിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഏകദേശം 500 മീറ്റർ ഇപ്പുറത്തോളം ചിതറിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ വസ്തുത. അപ്പോൾ എത്രത്തോളം പ്രഹരശേഷി ഉള്ളതായിരുന്നു ആ സ്ഫോടനം എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. ഇന്ന് രാവിലെ നടന്ന പരിശോധനയിൽ ഹരിയാന പോലീസും ജമ്മു കാശ്മീർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് ഏകദേശം 300 കിലോഗ്രാം RDX പോലീസ് പിടിച്ചെടുത്തത്. അതേസമയം ഈ RDX പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ചെങ്കോട്ടയിലും ഒരു സ്ഫോടനം നടന്ന ഒരു സാഹചര്യം വന്നത് എന്നുള്ളതാണ്. വലിയ തോതിൽ ഒരു സുരക്ഷ കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള സമീപ സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉത്തർപ്രദേശ് പോലീസ് വലിയ തോതിലുള്ള സുരക്ഷ ശക്തമാക്കി എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് നടന്നിട്ടുള്ളത് ഒരു IED ബ്ലാസ്റ്റ് ആവാനുള്ള, ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉപയോഗിച്ചുള്ള ബ്ലാസ്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുകയാണ്. ഒരു CNG എക്സ്പ്ലോഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കാറിന് തീപിടിച്ചൊരു സ്ഫോടനം ഉണ്ടായാൽ ഇത്രയും ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല, ഇത്രയും തീവ്രത ഉണ്ടാവില്ല എന്നാണ് പല വിദഗ്ധരും ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്താണ് നടന്നത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാതെ നമുക്കത് എന്ത് സംഭവിച്ചു എന്ന് പറയുക അസാധ്യമാണ്. പക്ഷെ മരണം എന്തായാലും 9 ആയിരിക്കുന്നു എന്ന കാര്യം LNJP ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. പലയിടത്തും ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അമിത്ഷാ ആഭ്യന്തരമന്ത്രി ഡൽഹി പോലീസ് കമ്മീഷണർ ആയി സംസാരിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണറും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. നേരത്തെ കമ്മീഷണർ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയെ ഈ വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും ഡൽഹി പോലീസ് കമ്മീഷണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ സ്ഥിതിഗതികൾ, വിവരങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മൾട്ടിപ്പിൾ കാഷ്വാലിറ്റീസ് എന്ന ആദ്യം വന്ന വിവരം ഇത് എത്രയാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി അന്തിമ തീരുമാനം ആയിട്ടില്ല. കാരണം ഇപ്പോഴും അവിടേക്ക് ആംബുലൻസുകൾ എത്തുന്നുണ്ട്. മറ്റ് ആശുപത്രികളിലേക്കും ഒരുപക്ഷെ പൊള്ളലേറ്റവരെ കൊണ്ടുപോകാം എന്നാണ് അർജുൻ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കും. സ്ഫോടനമുണ്ടായിരിക്കുന്നു. 15 പേരാണ് ഇപ്പോൾ LNJP ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 9 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 പേർ സീരിയസ് ആയി ഗുരുതരമായി ഗുരുതരമായി പൊള്ളലേറ്റ ആളുകളാണ്. ഒരാളാണ് സ്റ്റേബിളായ കണ്ടീഷനിൽ ഉള്ളത്. നമുക്കിനി കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. 4 FSL ടീമുകളാണ്, ഫോറൻസിക് സയൻസ് എക്സ്പേർട്ടുകളാണ് 4 ടീമുകളിലായി ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടത്. എന്താണ് ഈ അപകടത്തിന്, എന്താണ് ഈ സ്ഫോടനത്തിന് ഇടയാക്കിയത് എന്നുള്ള കാര്യം അപ്പോഴേ അറിയാൻ കഴിയുകയുള്ളൂ.